ഇന്നൊരു പ്രത്യേക സ്ട്രാറ്റജി കൂടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചിലരോട് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് മുണ്ടക്കയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഭൂമിയുടെ ഹൈറ്റും നമുക്ക് ചൊവ്വാഴ്ചയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന ഒരു ഹൈറ്റും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കി രണ്ടിൻ്റെ ഈ സ്കെച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡബ്രിയും സാൻഡും കൂടുതലായി വന്ന് പതിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായ പരിശോധന നടത്തുക എന്നുള്ളതാണ്. -2 മീറ്റർ മുതൽ 11 മീറ്റർ. റവന്യൂ മന്ത്രി കെ രാജൻ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഇന്നത്തെ ദൗത്യത്തിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെ, കർമ്മപദ്ധതി എങ്ങനെ, പുതുതായി രൂപപ്പെടുത്തിയിരിക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ, ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിന്റെ പുരോഗതി എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രി വിശദീകരിക്കും. സംഭവസ്ഥലത്ത് എങ്ങും വേദനാജനകമായ കാഴ്ചകളാണ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ്. അത് ദുരന്തഭൂമിയിൽ നിന്നായിക്കോട്ടെ, ക്യാമ്പുകളിൽ നിന്നായിക്കോട്ടെ ഒക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ചില പ്രതികരണങ്ങൾ കണ്ടു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ അടക്കമല്ലേ ക്രിസ്റ്റീന, അദ്ദേഹത്തിന് വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നത്. സാധാരണ നേരത്തെ വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നത്, സാധാരണ ഈ ഫോഴ്സിലൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് പരിചയമുള്ളവരാണ്. പക്ഷേ ഇത്രത്തോളം വലിയൊരു ദുരന്തത്തെ നാട് അഭിമുഖീകരിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നടുക്കം, വേദന, നിസ്സഹായത എല്ലാം ആ വാക്കുകളിൽ പ്രകടവുമായി. അതെ, അതേപോലെ തന്നെ ഈ അതിജീവനത്തിന്റെ ഒരു കഥ കൂടി വിജയകുമാർ പങ്കുവച്ചിരുന്നു. ഈ ഒരു കുടുംബത്തിലെ 8 അംഗങ്ങൾ, ഇപ്പം നമ്മൾ ഒരു രാത്രി കൊണ്ട് ഒരു നാട് ഒലിച്ചു പോകുന്ന, നാടില്ലാതാകുന്ന ഒരു അവസ്ഥ കാണുമ്പോഴും ചിലർ അതിൽ അതിജീവിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ഹഷ്മി താജ് ഇബ്രാഹിം തുടരുകയാണ്. ഹഷ്മി, ഇന്നിപ്പോൾ തെരച്ചിലിന്റെ ഒരു ആക്ഷൻ പ്ലാൻ റവന്യൂ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും? ഇപ്പോൾ ചാലിയാറും വനമേഖലയും കേന്ദ്രീകരിച്ച് ഐബോട്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലുണ്ട്. ഇനിയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും? കൃഷ്ണ, ഇന്നലത്തെ നമ്മൾ കഴിഞ്ഞ 2 ദിവസം കണ്ടതുപോലെ തന്നെയുള്ള 6 സോണുകൾ തിരിച്ച് 40 അംഗ സംഘങ്ങളാക്കി തിരിച്ച് പ്രദേശവാസികളെ കൊണ്ടുള്ള തെരച്ചിൽ ഇന്ന് നടത്തുകയാണ്. പക്ഷെ അതിലെ പ്രധാന പ്രശ്നം, ഇന്നലെ മെനിഞ്ഞാന്നുണ്ടായ ഒരു തെരച്ചിൽ കണ്ടെത്ത റിക്കവറി ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും ഇതുവരെ അത്തരത്തിലുള്ള കാര്യമായ റിക്കവറിയുടെ സൂചനകളൊന്നും കിട്ടുന്നില്ല കൃഷ്ണ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നത്, നേരത്തെയുള്ള ആ മേഖലയുടെ ഉയരവും ഇപ്പോഴുള്ള ഉയരവും ഉള്ള കണക്കുകൾ കൃത്യമായി എടുത്തിരിക്കുന്നു. അപ്പോൾ ചെളി കഴിഞ്ഞ് ഉയരക്കൂടുതലുള്ള പ്രദേശങ്ങൾ പ്രത്യേകമായി തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ തെരച്ചിൽ നടത്തിയ മതിയാവുള്ളൂ. കൃഷ്ണകാര്യം നമുക്കറിയാം, ഈ കാണാതായവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഇപ്പോഴും വരുന്നില്ല. 200-ന് മുകളിൽ ആ കണക്ക്, 200, 250-നും 300-നും ഒക്കെ ഇടയ്ക്ക് ആ കണക്ക് അങ്ങനെ നിൽക്കുന്നു. പ്രദേശവാസികൾ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ പറയുന്നു അവരുടെ ഉള്ള കണക്ക് അതിലൊക്കെ എത്രയോ മുകളിലാണ് ആ കണക്ക്. അത്രയും പേർ കാണാതായ അവരുടെ ആ സങ്കട പട്ടികയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ തിരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ മതിയാവും കൃഷ്ണ. തിരച്ചിൽ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യം കൃത്യമായും അറിഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരച്ചിലിന്റെ സ്ട്രാറ്റജി. ഒപ്പം ഈ ഐബോർഡ് പരിശോധന ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ മെനിഞ്ഞാന്ന് രാത്രി ഈ പറഞ്ഞ ഡീപ്പ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന, ഒരു ജീവസാന്നിധ്യം അപ്പുറത്ത് മുണ്ടക്കൈ മേഖലയിൽ കാണുകയും അതിനുള്ള തെരച്ചിൽ നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്തതാണ്. കൃഷ്ണ, ഇവിടെ സംസാരിക്കുമ്പോൾ ഇനി ഒരു വലിയ അത്ഭുതം, ഒരു വലിയ മിറക്കിൾ, അല്ലെങ്കിൽ ചില ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തകർ അവർ അനുഭവം പറയുന്ന പോലെ ചില ഭൂകമ്പ മേഖലകളിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ജീവനോട് ആളുകളെ കണ്ടെത്തിയത് പോലെയുള്ള ഒറ്റപ്പെട്ട അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതല്ലാതെ ആ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവനോട് ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ആരും തന്നെ, സർക്കാർ സംവിധാനങ്ങളോ രക്ഷാപ്രവർത്തകരോ ആരും തന്നെ അത് പങ്കുവെക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് ഉറപ്പായും റെസ്ക്യൂ എന്ന വാക്കിനപ്പുറം റിക്കവറി എന്നുള്ളത് തന്നെയാണ്, മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത് പറയുമ്പോൾ സങ്കടവും, അത് പറയുന്നത് ക്രൂരവും, പറയുന്നത് സങ്കടവും വേദനാജനകവും ഒക്കെ ആണെങ്കിലും ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന യാഥാർത്ഥ്യം അത് തന്നെയാണ്. പക്ഷെ അത് പരമാവധി നമുക്ക് റിക്കവർ ചെയ്തേ മതിയാവൂ കൃഷ്ണ. കാര്യം, ഈ കണ്ടെത്താത്ത ആളുകൾ അല്ലെങ്കിൽ കാണാത്ത, മിസ്സിംഗ് എന്ന് പറയുന്ന ആ പട്ടികയിൽ നിൽക്കുന്ന, അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എവിടെയാണ് എന്നതിന് മറുപടി കിട്ടിയേ മതിയാവുകയുള്ളൂ. അതിന് റിക്കവറി ആണെങ്കിൽ അങ്ങനെ, അതല്ല ഉറപ്പായി നമ്മൾ ആഗ്രഹിക്കുന്നവർ ജീവനോടെ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. അന്ന് കളക്ടർ പറയുന്നത് പോലെ ആ സമയത്ത് വാണിംഗ് കിട്ടിയപ്പോൾ കുറെ പേരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ടാകും. അങ്ങനെ ബന്ധുവീടുകളിലോട്ടൊക്കെ കൂടുതൽ പേർ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ ബന്ധുവീടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെയും ഇതിനോടകം തന്നെ എവിടെങ്കിലുമൊക്കെ സൂചന കിട്ടേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള സൂചനകളുടെ വിവരങ്ങൾ കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മേപ്പാടി പഞ്ചായത്തിൽ ഈ മിസ്സിംഗ് കണക്കുകളിൽ പോയ നഷ്ടമായ കെട്ടിടങ്ങൾ ഒരു കണക്കിലൊക്കെ അവർ ഒരു ഭഗീരഥ പ്രയത്നം ചെയ്ത് ഒരു പട്ടിക ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊന്നും ഫൈനലൈസ് ആവുന്നില്ല. അപ്പോൾ ഈ കാണാതായവരുടെ കാര്യത്തിൽ അവരെവിടെയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അപ്പോഴാണ് ഈ ഐബോട്ട് പരിശോധന ഇന്ന് നമ്മൾ കണ്ടതാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോട്ട് സംഘം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നുണ്ട്. ഈ പറയുന്ന ആക്റ്റീവോ അല്ലാത്തതോ മനുഷ്യ സാന്നിധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന
ഇപ്പോൾ തെർമൽ സ്കാനിംഗ് റഡാർ പരിശോധന അടക്കം നടക്കാൻ പോകുന്നു. അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിക്കവറിയോ ഒരു റെസ്ക്യൂയോ സാധ്യമാകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ആലോചന. പക്ഷെ ഒരു കാര്യം നമ്മളുടെ പ്രദേശവാസികൾ സംസാരിക്കുമ്പോൾ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലയിലൊക്കെ ഒരുമാതിരിപ്പെട്ട ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും JCB പോയി. ഇപ്പം ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഈ ബെയിലിപ്പാലം വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള സെർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളൊന്നും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെരച്ചിൽ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് ചാലിയാർ മേഖലയിലേക്കാണ്. ചാലിയാർ മേഖലയിൽ ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേ കൂടുതൽ ഈ പരിശോധന കൃഷ്ണൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് 6ാം ദിനമാണ് എന്ന് ഓർത്തു നോക്കണം. നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരങ്ങളെ കുറിച്ചാണ്, ഒരുപക്ഷെ ചാലിയാർ പുഴയിൽ ഉള്ള മനുഷ്യ ശരീരങ്ങളെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ അങ്ങോട്ടേക്ക് ഈ പരിശോധന കൂടുതൽ കർക്കശമാക്കണമെന്ന് പറയുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ക്രിസ്റ്റീന, ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ പറഞ്ഞ സന്നദ്ധ ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചിരുന്നു. ഇന്നിപ്പോ ആ ഭക്ഷണം കൊണ്ടുവരുന്നത് നിർത്തിവെക്കണം എന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ വണ്ടി നടന്നൊരു 3 കിലോമീറ്റർ നടന്നാണ് ഈ ചൂരൽമല മേഖലയിലേക്ക് എത്തുക. അവിടെ ഈ ഭക്ഷണ വണ്ടി തടയുകയാണ്. അത് കാരണം ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് ഇടയ്ക്ക് കിട്ടാറുള്ള ചായയോ അല്ലെങ്കിൽ ചെറുകടികൾ അങ്ങനെയൊക്കെയുള്ള ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വഴിയരികളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ ഒരു വ്യാപകമായ പരാതി ഇവരെല്ലാവരും പറയുന്നുണ്ട്. ആ പരാതിയിൽ കഴമ്പുമുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടം പറയുന്ന അത്തരത്തിൽ ഇത് ഭക്ഷണമാണ്, കുറച്ചുകൂടി സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്, ഒരു പക്ഷേ വിഷബാധ ഒന്നും താങ്ങാൻ ഈ സമയത്ത് ഇവിടെ കഴിയില്ല എന്ന് പറയുന്നതിൽ യുക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ജില്ലാ ഭരണകൂടം അവരുടെ മെസ്സിൽ ഇങ്ങോട്ടേക്ക് ക്യാൻറ്റീനിൽ അല്ലെങ്കിൽ മെസ്സിലും ഭക്ഷണം ഉണ്ടാക്കി എത്തിക്കാമെന്ന് പറയുന്നതല്ലാതെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന വ്യാപകമായ പരാതി ഇവിടെയുണ്ട്. ഇന്നലെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെയൊക്കെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ പൂർണ്ണ ഹൃദയത്തോടെ ഇവിടെ ചായയും ഭക്ഷണങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൃത്യസമയത്ത് എത്തിച്ചതാണ്. അങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും 5ാം നാൾ പരിശോധന അങ്ങനെ തുടരുകയാണ്. എന്താണ് പുതിയ സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ റെസ്ക്യൂവിന്റെയും തെരച്ചിലിന്റെയും പുതിയ വഴികൾ എന്നുള്ള ആലോചനകൾ നടക്കുന്നു. അതിന് കാരണം ഇതുതന്നെയാണ്. ഈ കാണാതായവരുടെ ഇത്രയും സെർച്ചും റെസ്ക്യൂവും ഉണ്ടാകുമ്പോഴും കാണാതായവരുടെ ഈ മിസ്സിംഗ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല എന്നതാണ്. ആ ഉത്തരം സർക്കാരിന് വളരെ പ്രധാനമാണ്. ഇത്രയും പേർ എന്ന് പറഞ്ഞാൽ 250 പേർ അല്ലെങ്കിൽ 200ഓളം പേർ അല്ലെങ്കിൽ 220 പേർ പ്രദേശവാസികൾ പറയുകയാണെങ്കിൽ അതിനൊക്കെ എത്രയോ മുകളിൽ അത്രയും പേരെ മിസ്സിംഗ് പട്ടികയിൽ അങ്ങനെ കാണാൻ പറയത്ത് നിർത്തൽ എന്തായാലും സർക്കാരിനും സാധ്യമല്ല. അവിടെ താഴെ എന്തോ സംഭവം കൃഷ്ണ അങ്ങോട്ടൊക്കെ പോവുകയാണ്. നമ്മൾ ബെയിലിപ്പാലത്തിന് താഴെയാണ് നിൽക്കുന്നത്. ബെയിലിപ്പാലം ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ നമ്മുടെ ഈ റെസ്ക്യൂവിന്റെയും നമ്മുടെ അതിജീവനത്തിന്റെയും ഒക്കെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി നമ്മൾ കണ്ടതാണ് ഈ റെസ്ക്യൂ പാലമൊക്കെ. ഇവിടെ ഒരു ബോട്ട് വരുന്നുണ്ടെന്നാണ് ഈ പാലത്ത് എന്ത് കൃഷ്ണ ഇവിടെ ഒരു മൃതശരീരം കിട്ടിയെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ടേക്ക് ഒന്ന് പോകുന്നു. അതിന് മുകളിൽ നമ്മൾ കാണാം. കൃഷ്ണ അവിടെ ഒരു മൃതശരീരം കിട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ പരിശോധന നടക്കുകയാണ്. ഈ ചൂരൽമല മേഖലയിൽ ഈ ദിവസങ്ങളിൽ അതിന് മൃതദേഹങ്ങൾ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അവിടെ ഒരു മൃതദേഹം കിട്ടി എന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. NDRF സംഘം അവിടെ ഉണ്ട്. ഈ മേഖലയിൽ അപ്പോൾ തെരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടപ്പാക്കണമെന്നുള്ളതാണ് അതിന്റെ സൂചന. ഇവിടെ നമുക്ക് കാണാം ഇപ്പോഴും പുഴ കുത്തി ഒഴുകാണ്. ഇപ്പൊ രാവിലെ മുതൽ വലിയ മഴ ഇല്ല എന്ന് പറയുമ്പോൾ പോലും രക്ഷാദൗത്യത്തിന്റെ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. അവിടെ കെട്ടിടത്തിനോട് ചേർന്ന് അവിടെ താഴെയാണ് ഒരു വീടിനോട് ചേർന്നാണ് ആ വീട് പൊളിച്ചു മാറ്റുന്നുണ്ട്. അവിടെ ഒരു വീടല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു കോൺക്രീറ്റ് കൂന എന്നാണ് പറയേണ്ടത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വീടിന്റെ താഴ്വശത്താണ് ആ വീടിന്റെ കോൺക്രീറ്റ് പാളികൾ മാറ്റിയാണ്. അതിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.